Good evening to all. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആറാമത്തെ പാഠം അല്ലേ, നേതാജി ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, അപ്പോ പാഠം 6 നേതാജി അല്ലെ. നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. All of you listen here. Okay. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്ന് അറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ അല്ലെ. അത്ര വരെ നമ്മൾ പഠിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പല ദേശസ്നേഹികളും നമുക്കുണ്ട് അല്ലെ. അതില് പ്രധാനിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ്. അപ്പോ അതിൽ പ്രധാനിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. ആരൊക്കെയാണ് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതില് പ്രധാനികള് ആരൊക്കെയാ? നിങ്ങൾക്ക് അറിയുന്നവർ ആരൊക്കെയാ? ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ചാച്ചാജി, ജവഹർലാൽ നെഹ്റു. ഓക്കെ, നെക്സ്റ്റ് ലാലാ ലജ്പത് റായ്. അങ്ങനെ കുറെ പേരുണ്ടല്ലേ. ബാലഗംഗാധർ തിലകരൊക്കെ ഉണ്ട്. അതിൽ പ്രധാനിയാണ് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. അപ്പോ ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. അപ്പോ എപ്പോഴാണ് ജനിച്ചതെന്നും ആരൊക്കെയാണ് മാതാപിതാക്കൾ എന്നും പറയുന്നുണ്ട് അല്ലെ. എവിടെയാണ് ജനിച്ചതെന്നും പറയുന്നുണ്ട്. എപ്പോഴായിരുന്നു ജനിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്? ജനുവരി 23. വർഷം ഏതാ? 1887 ജനുവരി 23. ഓക്കെ, മിസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലെ. എവിടെയാണ് ജനിച്ചത്? ഒറീസയിൽ. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു ആര്? മാതാപിതാക്കൾ അല്ലെ. അച്ഛനമ്മമാര് ജാനകിനാഥ ബോസ്, പ്രഭാവതി അല്ലെ, ഇവരായിരുന്നു മാതാപിതാക്കൾ. ഓക്കെ, അടുത്ത പാരഗ്രാഫ് വായിക്കാം, ശ്രദ്ധിക്കണേ എല്ലാവരും. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു അല്ലെ. ബ്രിട്ടീഷുകാരുടെ അടിമയായി, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മളെ ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ജോലി ചെയ്യാൻ ആര് തയ്യാറല്ലായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് തയ്യാറല്ലായിരുന്നു അല്ലെ. ICS പരീക്ഷ അറിയോ നിങ്ങൾക്ക്? എന്ത് പരീക്ഷയാ? ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെ. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയാണ് ICS. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയായി. അപ്പൊ വിദ്യാഭ്യാസം എവിടെയൊക്കെ ആയിരുന്നു? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ആയിരുന്നു. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി അല്ലെ. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ ബ്രിട്ടീഷുകാരുടെ അടിമയായി ജോലി ചെയ്യാൻ ആർക്ക് താല്പര്യമില്ലായിരുന്നു? സുഭാഷ് ചന്ദ്രബോസിന് താല്പര്യമില്ലായിരുന്നു അല്ലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു എന്നാ പറഞ്ഞത്.
ആ ഒരു പാരഗ്രാഫ് മനസ്സിലായില്ലേ? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അപ്പൊ വിദ്യാഭ്യാസം ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായിരുന്നു. പിന്നീട് എന്താ പറഞ്ഞത്? തുടർന്ന് 1920 ICS അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞത്. ഒന്നുകൂടി വായിക്കാം. ഇത് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. ഓക്കെ, നെക്സ്റ്റ്, കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു, അല്ലെ? നമ്മള് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു, അല്ലെ? അവരുടെ അധീനതയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ആരുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു? ആരെ? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ലക്ഷ്യം അതായിരുന്നു, അല്ലെ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്, അല്ലെ? സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജി, അല്ലെ? അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹം ജയിലിലടച്ചു, അല്ലെ? രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആരെ? നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ജയിലിലടച്ചു ബ്രിട്ടീഷുകാർ. ഒന്നുകൂടി അത് പറയാം. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി, അല്ലെ? അതിനുവേണ്ടി എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി, അല്ലെ? ബ്രിട്ടീഷുകാരുടെ അതിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി, അല്ലെ? ഇവരുടെ അധീനതയിൽ ഇങ്ങനെ വാഴുന്നത് അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്തായി? അവരെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. പറയുമ്പോ എന്താ? അവർക്കും തോന്നി സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ളത് ഒരു ബോധം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആര് ജയിലിലടച്ചു? സുഭാഷ് ചന്ദ്രബോസിനെ ജയിലിലടച്ചു. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. അത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായോ ആ പാരഗ്രാഫ്? അവിടം വരെ ഒന്നുകൂടി വായിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്ന് അറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ഇന്ത്യൻ ICS പരീക്ഷ പാസ്സായി. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. കൂട്ടുകാരെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. ഓക്കെ, അത്ര വരെ എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിന് മനസ്സിലായത്? സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായി. പിന്നെന്താ മനസ്സിലായത്? സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു എന്ന് മനസ്സിലായോ? ആരാണ് സുഭാഷ് ചന്ദ്രബോസ്?
ആർക്കൊക്കെ മനസ്സിലായി? ഓക്കെ, ആരൊക്കെ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് നേതാജി. ഓക്കെ, നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ? എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്? 1887 ജനുവരി 23 ഒറീസയിലാണ്. ഇതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണേ മക്കളെ. ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത് അല്ലെ? ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്? ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ അടിയിൽ വരയിടണേ. എന്തൊക്കെ? ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ്. 1887 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം അദ്ദേഹം പാസ്സായി. എന്നിട്ടോ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷെ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ ആർക്ക് തയ്യാറല്ലായിരുന്നു? സുഭാഷ് ചന്ദ്രബോസിന് തയ്യാറില്ലായിരുന്നു. അത്രയാണ്. എന്താണ് അടുത്ത വരി പറഞ്ഞേ? നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ? ഗാന്ധിജി. ബ്രിട്ടീഷുകാരുടെ അടിമത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലിറങ്ങി. ആ സമയത്ത് ഗാന്ധിജിയാണ് അദ്ദേഹം നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി സുഭാഷ് ചന്ദ്രബോസിനെ ജയിലിലടച്ചു. അത്ര വരെ മനസ്സിലായോ? ഓക്കെ, അത്ര വരെ ക്ലിയർ ആയോ? അപ്പൊ അടുത്ത പാരഗ്രാഫ് വായിക്കട്ടെ, ശ്രദ്ധിക്കണേ. ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന. ഇതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത്. ഓക്കെ, ആ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ശ്രദ്ധിക്കണേ. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലായി അല്ലെ? ജയിലിൽ നിന്ന് പുറത്തു വന്നതിനോടെ വീട്ടുതടങ്കലിലായി. അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം നേരെ എവിടേക്കാ പോയത്? ജർമ്മനിയിലേക്കാണ്. ജർമ്മനിന്ന് കേട്ടിട്ടില്ലേ? ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ? അവരെ സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദുസ്ഥാൻ, അണ്ടർലൈൻ ചെയ്യണേ, ആസാദ് ഹിന്ദുസ്ഥാൻ. കണ്ടോ മക്കളെ? നിങ്ങളെ കാണുന്നില്ലേ? ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു. എന്താ പേര് സംഘടനയുടെ? ആസാദ് ഹിന്ദുസ്ഥാൻ അല്ലെ? ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഇതാണ് പിന്നീട് എന്തായത്? ഇന്ത്യൻ നാഷണൽ ആർമി, INA. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇന്ത്യൻ നാഷണൽ ആർമി, INA യുടെ സ്ഥാപകനാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചു. അപ്പൊ ഇതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോ ആസാദ് ഹിന്ദുസ്ഥാൻ എന്നൊരു സംഘടന രൂപീകരിച്ചു. അതാണ് പിന്നീട് എന്ത് അറിയപ്പെട്ടത്? ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത് അല്ലെ? അപ്പൊ INA ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പോ അടുത്ത പാരഗ്രാഫ് എന്നാ പറയുന്നത്? സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് സുഹൃത്തുക്കളെ, അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ? എന്താ അത്? ജയ് ഹിന്ദ്. ഈ മുദ്രാവാക്യം ആരൊക്കെയാ? അപ്പോ പൈസ നമ്മൾ ആ പാഠം കുറച്ചിങ്ങ് എത്തി കേട്ടോ. കേറാൻ ലേറ്റ് ആയില്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. സുഹൃത്തുക്കളെ, അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ?
ജയ് ഹിന്ദ്. ഈ മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം നേതാജിയാണ്, സുഭാഷ് ചന്ദ്രബോസാണ് നമുക്ക് നൽകിയത്. നമ്മള് ജയ് ഹിന്ദ് വിളിച്ചിട്ടെല്ലാം പോവാറില്ലേ അല്ലെ? ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. എപ്പോഴാ അദ്ദേഹം മരിച്ചത്? 1945 അല്ലെ? 1945 1945 ഓഗസ്റ്റ് 18 അല്ലെ? അപ്പോ അതൊക്കെ ഓർമ്മിക്കണേ, ജനിച്ച വർഷവും മരിച്ച വർഷവും. അപ്പോ ആ യാത്രക്കൊടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ആരാ മരണമടഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ശ്രദ്ധിക്കണേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിക്ക് പകരം വയ്ക്കാവുന്ന മറ്റൊരാളില്ല. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എന്താ? ഓക്കെ, സിദ്ധാന്ത എന്റെ മോനെ കേൾക്കുന്നില്ലേ? മ്യൂട്ടാക്കണോ? ഞാൻ മ്യൂട്ടാക്കാം. അപ്പോ എന്താ പറഞ്ഞത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിക്ക് പകരം വയ്ക്കാവുന്ന മറ്റൊരാളില്ല അല്ലെ? അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. എന്താ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം? ജയ് അല്ലെ? ജയ് ഹിന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് ആരായിരുന്നു അദ്ദേഹം? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹിയാണ് സുഭാഷ് ചന്ദ്രബോസ് അല്ലെ? എപ്പോഴാ ജനിച്ചത്? 1887 ജനുവരി 23 എവിടെ? ഒറീസയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. പിന്നത്തെ അടുത്ത പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? എവിടെയൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് 1920 ICS ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം പാസ്സായി അല്ലെ? അതോടെ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷെ ആ ജോലി അവരുടെ അടിമയായി ജോലി ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അത് ധീരതയോടെ നിരസിച്ചു അല്ലെ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നായിരുന്നു ആരുടെ ലക്ഷ്യം? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാന ബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലായി. അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം നേരെ എവിടേക്കാ പോയത്? ജർമ്മനിയിലേക്കായിരുന്നു പോയിരുന്നത് അല്ലെ? അവിടെ വർഷങ്ങളായി ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ? അവരെ സംഘടിപ്പിച്ച് ഏത് പേര് ഒരു ഇതുണ്ടാക്കിയില്ലേ? ഒരു സംഘടന ഉണ്ടാക്കി. എന്താ അതിന്റെ പേര്? ആസാദ് ഹിന്ദുസ്ഥാൻ. അണ്ടർലൈൻ ചെയ്യണേ. ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഇതാണ് പിന്നീട് എന്തായി അറിയപ്പെട്ടത്? ഇന്ത്യൻ നാഷണൽ ആർമി, INA അല്ലെ? INA ആയി മാറിയത്. സുഹൃത്തുക്കളെ, അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ? എന്താണ് ആ മുദ്രാവാക്യം? ജയ് ഹിന്ദ് എന്നാണ്. ജയ് ഹിന്ദ്.
ഈ മുദ്രാവാക്യം ആരെ നമുക്ക് നേതാജിയാണ് നമുക്ക് നൽകിയത് അല്ലെ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു അല്ലെ. അങ്ങനെ അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രക്കിടയിലാണ് 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു അല്ലെ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. എപ്പോഴായിരുന്നു? 1945 ഓഗസ്റ്റ് 18 അല്ലെ. 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിക്ക് പകരം വയ്ക്കാവുന്ന മറ്റൊരാളില്ല. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത്. എന്താ മുദ്രാവാക്യം? ജയ് ഹിന്ദ് അല്ലെ. എന്താണ് നേതാജിയുടെ മുദ്രാവാക്യം? ജയ് ഹിന്ദ്. മനസ്സിലായോ നിങ്ങൾക്ക്? പാഠം ക്ലിയർ ആയോ? എന്തൊക്കെ പഠിച്ചു നമ്മളല്ലേ? സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. എപ്പോൾ ജനിച്ചു, എപ്പോഴാണ് മരിച്ചത്, എവിടെയാണ് ജനിച്ചത്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അല്ലെ, എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അല്ലെ, പിന്നെന്താ, ഏതോ ഒരു സംഘടനയ്ക്ക് രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹം, അതിന്റെ പേര് പഠിച്ചു. അതാണ് INA എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് മനസ്സിലായി. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ് എന്ത്? ജയ് ഹിന്ദ് എന്നത് അല്ലെ. പിന്നെ ഒരു വിമാന അപകടത്തില് ആണ് അദ്ദേഹം മരണമടഞ്ഞത്. 1945 ഓഗസ്റ്റ് 18 അദ്ദേഹം മരണമടഞ്ഞത് അല്ലെ. അപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേതാജിക്ക് പകരം വയ്ക്കാവുന്ന മറ്റൊരാളില്ല അല്ലെ. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ പാഠം? അപ്പോ പാഠം വായിക്കണ്ടേ? ആരാ വായിക്കുന്നേ ആദ്യം? ഓക്കെ, അലൻ മാത്യു. ഓക്കെ, അലൻ മാത്യു, ദിലീപ് വായിച്ചോ. അലൻ പി സാംസൺ എന്തേ മോനെ ശരിക്കിരുന്നേ? എന്താ ഒരു ഉഷാറെല്ലാം പോയതിപ്പോ? അലൻ വായിച്ചോ? അലൻ മാത്യു മ്യൂട്ടി. ഓക്കെ ഓക്കെ. നേതാജി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്നറിയണ്ടേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി? നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകി നാഗബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ആയി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷെ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. കൂട്ടുകാരെ,
ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു നേതാജിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങി. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കാരുടെ അഭിമാനബോധത്തെ തട്ടിയുണർത്തി. ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീട്ടുതടങ്കലിലാക്കി. അവിടെ നിന്നും രക്ഷപ്പെട്ട് അദ്ദേഹം നേരെ ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ വർഷങ്ങളായി തടവിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ സംഘടിപ്പിച്ച് ആസാദ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഇതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയായി മാറിയത്. സുഹൃത്തുക്കളെ, അസംബ്ലി കഴിയുമ്പോൾ നാം പതിവായി ഒരു മുദ്രാവാക്യം മുഴക്കാറില്ലേ? ജയ് ഹിന്ദ്. ഈ മുദ്രാവാക്യം നേതാജിയാണ് നമുക്ക് നൽകിയത്. ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ റഷ്യയുടെ സഹായം തേടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ 1945 ഓഗസ്റ്റ് 18 വിമാനം തകർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ നേതാജിക്ക് പകരം വയ്ക്കാവുന്ന മറ്റൊരാളില്ല. അദ്ദേഹത്തിന്റെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിക്കട്ടെ. ജയ് ഹിന്ദ്. ഓക്കെ, നെക്സ്റ്റ് നജ ഫാത്തിമ ഒന്ന് വായിച്ചേ മോളെ. പാഠം 6. നേതാജി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഒരു ഭാരതീയന്റെ ജന്മദിനമാണ് ഇന്ന്. അത് ആരാണെന്നറിയാമോ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ആരായിരുന്നു നേതാജി?
നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശസ്നേഹി. 1887 ജനുവരി 23 ഒറീസയിലാണ് അദ്ദേഹം ജനിച്ചത്. ജാനകിനാഥ ബോസ്, പ്രഭാവതി എന്നിവരായിരുന്നു അച്ഛനമ്മമാർ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് 1920 ICS പരീക്ഷ പാസ്സായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി കിട്ടി. പക്ഷേ അവരുടെ അടിമയായി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ധീരതയോടെ അറിയിച്ചു. ഓക്കെ, എന്ത് ചെയ്യണം എല്ലാവരും? പിന്നെ ഒരു 3 പ്രാവശ്യെങ്കിലും ടെക്സ്റ്റ് വായിക്കണേ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? 2-3 പ്രാവശ്യം വായിച്ചിട്ട് അടുത്ത ദിവസം വരണം. എല്ലാ കുട്ടികളെ കൊണ്ടും വായിക്കും. ഓക്കെ, ബൈ. See you. Okay, bye. ആരി സർ നെറ്റ് പോയിരുന്നു. ബൈ കഴിഞ്ഞു.